നമസ്കാരം. 6 ആഴ്ച നീണ്ടുനിന്ന സംഘർഷങ്ങൾക്കൊടുവിൽ ഇറാനുമായി സമാധാന കരാറിലേക്ക് അടുക്കുകയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി തങ്ങളുടെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറാൻ ഇറാൻ സമ്മതിച്ചതായും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. വൈറ്റ് ഹൗസ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ട്രംപ് ഈ വിവരങ്ങൾ പങ്കുവച്ചത്. ഇറാന്റെ ആണവായുധ മോഹങ്ങളെ എന്നേക്കുമായി അവസാനിപ്പിക്കാൻ പോന്ന ചരിത്രപരമായ ഒരു നീക്കമായിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇറാനിലെ തകർന്ന ആണവ കേന്ദ്രങ്ങളിൽ അവശേഷിക്കുന്ന റേഡിയോ ആക്റ്റീവ് മാലിന്യങ്ങൾ അഥവാ ന്യൂക്ലിയർ ഡസ്റ്റ് അമേരിക്കയ്ക്ക് കൈമാറുവാൻ ടെഹ്റാൻ ഭരണകൂടം സമ്മതിച്ചു എന്നാണ് ആഗോള രാഷ്ട്രീയത്തെ ഞെട്ടിക്കുന്ന വാർത്ത. പശ്ചിമേഷ്യയെ ഒരു ആണവ യുദ്ധത്തിന്റെ വക്കിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഈ നീക്കം സഹായിക്കുമെന്നാണ് വൈറ്റ് ഹൗസ് വിശ്വസിക്കുന്നത്. എന്നാൽ ഇറാൻ പോലുള്ള ഒരു രാജ്യം ഇത്ര പെട്ടെന്ന് ഇത്തരമൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായത് എങ്ങനെയാണെന്നും എന്താണ് ഈ ന്യൂക്ലിയർ ഡസ്റ്റ് ഇടപാടിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യമെന്നും നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അമേരിക്കയുടെ അതിശക്തമായ B-2 സ്റ്റെൽത്ത് ബോംബറുകൾ ഇറാന്റെ അതീവ സുരക്ഷിതമായിട്ടുള്ള ഭൂഗർഭ ആണവ കേന്ദ്രങ്ങളിൽ നടത്തിയ മിന്നലാക്രമണമാണ് ഈ സംഭവ വികാസങ്ങളുടെ തുടക്കം. ഇറാന്റെ പർവ്വതനിരകൾക്കിടയിൽ 100 കണക്കിന് അടി ആഴത്തിൽ നിർമ്മിച്ച ഫോർഡോ, നദാൻസ് തുടങ്ങിയ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചായിരുന്നു ഈ ആക്രമണം. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചാണ് അമേരിക്ക ഈ കേന്ദ്രങ്ങൾ തകർത്തത്. ആ ആക്രമണത്തിന് ശേഷം ആ ആണവ കേന്ദ്രങ്ങൾ ഇപ്പോൾ ശൂന്യമായി കിടക്കുകയാണ്. എന്നാൽ തകർന്ന കെട്ടിടങ്ങൾക്കും യന്ത്രങ്ങൾക്കുമിടയിൽ ടൺ കണക്കിന് റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ ചിതറിക്കിടക്കുന്നുണ്ട്. ഇതിനെയാണ് ട്രംപ് ന്യൂക്ലിയർ ഡസ്റ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ അവശിഷ്ടങ്ങൾ ഇറാനിൽ തന്നെ തുടരുന്നത് ലോകത്തിന് വലിയ ഭീഷണിയാണെന്നാണ് അമേരിക്ക വിശ്വസിക്കുന്നത്. അതിനാലാണ് അവ സുരക്ഷിതമായി അമേരിക്ക കൈമാറണമെന്ന നിർബന്ധം ട്രംപ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. എന്നാൽ പശ്ചിമേഷ്യൻ സംഘർഷത്തിന് അയവ് വരുത്താതെയുള്ള അന്താരാഷ്ട്ര നീക്കങ്ങൾക്കിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങൾ തള്ളി ഇറാൻ തന്നെ രംഗത്തെത്തിയിട്ടുമുണ്ട്. ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരണം കൈമാറാൻ ടെഹ്റാൻ സമ്മതിച്ചുവെന്ന ട്രംപിന്റെ പ്രസ്താവന പൂർണ്ണമായും വസ്തുതാവിരുദ്ധമാണെന്ന് ഇറാൻ ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ആണവ സാമഗ്രികൾ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ധാരണയിലും എത്തിയിട്ടില്ലെന്നും ചർച്ചകൾ പ്രകടമായ പുരോഗതി ഉണ്ടായിട്ടില്ലെന്നുമാണ് ഇറാന്റെ നിലപാട്. ഇറാന്റെ നിബന്ധനകൾ അംഗീകരിക്കാതെ ചർച്ചകൾ നടത്തുന്നതിൽ ഉണ്ടാകില്ലെന്നും പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിഫിനോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ന്യൂക്ലിയർ ഡസ്റ്റ് അപകടകാരിയാകുന്നത് എന്ന് നോക്കിയാൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടെങ്കിലും അവ അവശേഷിക്കുന്ന അവശിഷ്ടങ്ങൾ മാറ്റുന്നതുവരെ ആ ഭീഷണി അവസാനിക്കുന്നില്ലെന്ന് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതിന് പ്രധാനമായും 2 കാരണങ്ങളാണ് ഉള്ളത്. ഒന്നാമതായി പറയുന്നത് ആണവ പുനരുജ്ജീവനമാണ്. ഇറാന്റെ പക്കൽ മികച്ച വൈദഗ്ധ്യമുള്ള ആണവ ശാസ്ത്രജ്ഞരുടെ വലിയ നിര തന്നെയുണ്ട്. തകർക്കപ്പെട്ട ആണവ കേന്ദ്രങ്ങളിലെ അവശിഷ്ടങ്ങളിൽ നിന്ന് യുറേനിയം വേർതിരിച്ചെടുക്കുവാനും അത് വീണ്ടും സമ്പുഷ്ടീകരിച്ച് ബോംബുകൾ നിർമ്മിക്കുവാനും ഉപയോഗിക്കുവാൻ അവർക്ക് ശേഷിയുണ്ട്. അതായത് കെട്ടിടങ്ങൾ തകർത്താലും അസംസ്കൃത വസ്തുക്കൾ അവിടെയുള്ളിടത്തോളം കാലം ഇറാന്റെ ആണവായുധ മോഹങ്ങൾ ചാരത്തിനുള്ളിലെ കനൽ പോലെ അവശേഷിക്കും. ഈ സാധ്യത പൂർണ്ണമായും ഇല്ലാതാക്കാനാണ് ട്രംപ് ലക്ഷ്യമിടുന്നത്. രണ്ടാമതായി പറയുന്നത് ഡേർട്ടി ബോംബ് ഭീഷണിയാണ്. ഒരു പൂർണ്ണ തോതിലുള്ള അണുബോംബ് നിർമ്മാണത്തിൽ സമയം ആവശ്യമില്ലെങ്കിലും വളരെ പെട്ടെന്ന് നിർമ്മിക്കാവുന്ന ഒന്നാണ് ഡേർട്ടി ബോംബുകൾ. റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ സാധാരണ സ്ഫോടക വസ്തുക്കളുമായി ചേർത്ത് നിർമ്മിച്ചവയാണ് ഇത്. ഇറാന്റെ പക്കലുള്ള ന്യൂക്ലിയർ ഡസ്റ്റ് ഉപയോഗിച്ച് ഇത്തരം 100 കണക്കിന് ബോംബുകൾ നിർമ്മിക്കുവാൻ സാധിക്കും. ഇത് പശ്ചിമേഷ്യയിലുടനീളം ഉപയോഗിച്ചാൽ ഉണ്ടാകാവുന്ന റേഡിയോ ആക്റ്റീവ് മലിനീകരണം ദശകങ്ങളോളം നീണ്ടു നിൽക്കുന്ന വൻ ദുരന്തമാകും. 2 പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഇറാന്റെ രഹസ്യ ആണവ പദ്ധതി ലോകത്തിന് മുന്നിൽ വെളിപ്പെട്ടപ്പോൾ തങ്ങൾ ആയുധമുണ്ടാക്കുവാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ടെഹ്റാൻ പറഞ്ഞിരുന്നു. പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി ആണവായുധങ്ങൾ ഇസ്ലാമിക വിരുദ്ധമാണെന്നും അത് നിഷിദ്ധമാണെന്നും പ്രഖ്യാപിച്ച് ഒരു ഫത്വ പുറത്തുവിട്ടെന്നും ചെയ്തിരുന്നു. എന്നാൽ ഇസ്രായേലിൽ നിന്നും US-ൽ നിന്നും നേരിട്ടുള്ള സൈനിക നീക്കങ്ങൾ ഉണ്ടായതോടെ ഇറാൻ ഈ നിലപാടിൽ നിന്ന് പിന്തിരിഞ്ഞതായിട്ടാണ് സൂചനകൾ. തങ്ങളെ തകർക്കുവാൻ ശത്രുക്കൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ അതിജീവിക്കാൻ ആണവായുധങ്ങൾ അനിവാര്യമാണെന്ന ചിന്ത ഇറാനിലെ ഭരണവർഗത്തിലും സൈന്യത്തിലും ശക്തമായിട്ടുണ്ട്. നിലവിൽ 400 മുതൽ 460 കിലോഗ്രാമിലധികം ഉയർന്ന അളവിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാന്റെ കൈവശമുണ്ടെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു അണുബോംബ് നിർമ്മിക്കുവാൻ അത്യാവശ്യമായതിന് തൊട്ടടുത്ത് വരെ അവർ എത്തിക്കഴിഞ്ഞു. ഇറാൻ ഒരു ആണവായുധത്തിന് മുതിർന്നില്ലെങ്കിലും ഡേർട്ടി ബോംബ് ഉപയോഗിക്കാമെന്ന ഭയം പശ്ചിമ രാജ്യങ്ങളിൽ വിറപ്പിക്കുന്നുണ്ട്. ഡേർട്ടി ബോംബ് ഹിരോഷിമയിലോ നാഗസാക്കിയിലോ വീണ ബോംബുകളെ പോലെ വലിയൊരു സ്ഫോടനം ഇത് സൃഷ്ടിക്കില്ല. എന്നാൽ സ്ഫോടനത്തോടൊപ്പം ഇതിലെ ആണവ മാലിന്യങ്ങൾ അന്തരീക്ഷത്തിൽ വ്യാപിക്കും. പൊട്ടിത്തെറിക്കുന്ന ഭാഗത്തെ ആളുകൾ ഇത് തൽക്ഷണം കൊല്ലില്ലെങ്കിലും ആ പ്രദേശം മുഴുവനും റേഡിയോ ആക്റ്റീവ് വികിരണങ്ങൾ നിറയും. ഒരു നഗരത്തെ മുഴുവൻ വാസയോഗ്യം അല്ലാതാക്കുവാനും ജനങ്ങളെ കൂട്ടത്തോടെ ഒഴിപ്പിക്കുവാനും ഇത് കാരണമാകും.
ഒരു നഗരം ഉപേക്ഷിക്കേണ്ടി വരുന്നത് ഏതൊരു രാജ്യത്തിന്റെയും സാമ്പത്തിക നട്ടെല്ല് ഒടിക്കുന്നതാണ്. ശത്രു രാജ്യങ്ങളെ നേരിട്ട് ആക്രമിക്കാതെ തന്നെ അവരെ തകർക്കുവാൻ ഡേർട്ടി ബോംബുകൾക്ക് മതിയാകും. ഇറാൻ ഈ പ്രഖ്യാപനത്തോട് ഔദ്യോഗികമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെങ്കിലും ടെഹ്റാനിലെ അധികാര കേന്ദ്രങ്ങളിൽ നിന്നും സൈനിക വൃത്തങ്ങളിൽ നിന്നും പുറത്തുവരുന്ന സൂചനകൾ സമ്മിശ്രമാണ്. ട്രംപിന്റെ അവകാശവാദങ്ങളെ പൂർണ്ണമായി ശരിവെക്കുന്ന നിലപാടല്ല ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത്. അയത്തുള്ള ഖമേനിയുടെ പിൻഗാമിയായി കരുതപ്പെടുന്ന മുജ്തബ ഖമേനി ഇതുവരെ തന്റെ ആണവ നയം പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ ഇറാനിലെ ഏറ്റവും ശക്തമായ സൈനിക വിഭാഗമായ IRGC ഇറാന്റെ പ്രതിരോധം ഉറപ്പാക്കുവാൻ ആണവായുധം നിർബന്ധമാക്കണമെന്ന കടുത്ത പക്ഷക്കാരാണ്. ഇനി എന്തിനു മടിക്കണം എന്നാണ് ടെഹ്റാനിലെ ഇപ്പോഴത്തെ പൊതുവികാരം. മുൻപ് ഉപരോധങ്ങളെയും ആക്രമണങ്ങളെയും ഭയന്നാണ് അവർ ആണവ പരീക്ഷണങ്ങളിൽ നിന്ന് പിന്മാറിയിരുന്നതെങ്കിൽ ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും തങ്ങളുടെ മണ്ണിൽ ബോംബിട്ടു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി മറച്ചുവെക്കാൻ ഒന്നുമില്ലെന്നാണ് അവർ കരുതുന്നത്. ഇറാനിലെ സൈനിക ശക്തിയായ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർ ഈ നീക്കത്തെ ശക്തിയായി എതിർക്കുന്നുണ്ട്. ആണവ കേന്ദ്രങ്ങളിൽ അവശേഷിക്കുന്ന അവശിഷ്ടങ്ങൾ പോലും വിദേശ രാജ്യത്തിന് നൽകുന്നത് രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് അവർ വാദിക്കുന്നു. ട്രംപിന്റെ ഈ പ്രഖ്യാപനം വെറുമൊരു രാഷ്ട്രീയ പ്രഹസനമാണെന്നും ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള ശേഷി ഇറാൻ ഇപ്പോഴും രഹസ്യമായി നിലനിർത്തുന്നുണ്ടെന്നും അവർ അവകാശപ്പെടുന്നുണ്ട്. തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായ അവകാശങ്ങൾക്കാണെന്നും അമേരിക്കയുടെ ആക്രമണം മൂലം ഉണ്ടായ റേഡിയോ ആക്റ്റീവ് മലിനീകരണം നീക്കം ചെയ്യേണ്ടത് ആഗോള സുരക്ഷയ്ക്ക് അത്യാവശ്യമാണെന്നും ഇറാന്റെ ഔദ്യോഗിക നിലപാടുണ്ട്. ഞങ്ങൾ ആയുധമുണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല, പിന്നെ എന്തിനാണ് ഈ അവശിഷ്ടങ്ങൾ ഞങ്ങൾ സൂക്ഷിക്കുന്നത് എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ മാന്യത കാണിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. പുതിയ പരമോന്നത നേതാവായി ഉയർത്തിക്കാട്ടപ്പെടുന്ന മുജ്തബ ഖമേനി ഇതുവരെ ഈ വിഷയത്തിൽ കൃത്യമായ മറുപടികളൊന്നും നൽകിയിട്ടില്ല. ട്രംപിന്റെ പ്രഖ്യാപനം ഒരു തന്ത്രമാണോ അതോ യാഥാർത്ഥ്യമാണോ എന്ന് ഇറാൻ ഭരണകൂടം നിരീക്ഷിച്ചു വരികയാണ്. അമേരിക്കയിൽ നിന്ന് പകരം എന്ത് ലഭിക്കുമെന്ന കാര്യത്തിലും വ്യക്തത വന്നതിനു ശേഷം മാത്രമേ ഇറാൻ ഈ കൈമാറ്റത്തിൽ അടുത്ത നടപടികൾ സ്വീകരിക്കുകയുള്ളൂ. വരും മാസങ്ങളിൽ മുജ്തബ ഖമേനിയും ട്രംപും തമ്മിലുള്ള ഈ നിലപാട് എത്രത്തോളം പ്രായോഗികമാകുമെന്ന് ആശ്രയിച്ചിരിക്കും ലോക സമാധാനം. ഇറാൻ തങ്ങളുടെ ആണവശേഷികൾ പൂർണ്ണമായും അമേരിക്കയ്ക്ക് കൈമാറുമോ അതോ ഇതിനിടയിൽ രഹസ്യമായ ഡേർട്ടി ബോംബുകൾ നിർമ്മിക്കുമോ എന്നത് കണ്ടറിയണം. ട്രംപിന്റെ ന്യൂക്ലിയർ ടെസ്റ്റ് പ്രഖ്യാപനവും വെറുമൊരു രാഷ്ട്രീയ പ്രസ്താവനയാണോ അതോ പശ്ചിമേഷ്യയുടെ ഭാവിയെ മാറ്റിമറിക്കാൻ പോകുന്ന ഉടമ്പടിയാണോ എന്നത് വരും ദിവസങ്ങളിൽ നടപടികളിൽ നിന്ന് വ്യക്തമാകും. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് നിലനിൽപ്പിനായുള്ള ഒരു വിട്ടുവീഴ്ചയാണെങ്കിൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അത് അമേരിക്ക ഫസ്റ്റ് നയത്തിന്റെ ഏറ്റവും വലിയ വിജയമായി ഇതിനെ ഉയർത്തിക്കാട്ടാം. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ കൈവശമുള്ള റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ മാറ്റുക എന്നത് തന്റെ വിദേശ നയത്തിലെ ഏറ്റവും വലിയ വിജയമാകും. എന്നാൽ പശ്ചിമേഷ്യയിലെ കനൽ അടങ്ങണമെങ്കിൽ ആ ആണവ അവശിഷ്ടങ്ങൾ കൈമാറ്റം സുതാര്യമായി തന്നെ നടക്കേണ്ടതുണ്ട്. ലോകത്തെ ശ്വാസം മുട്ടിച്ച് കാത്തിരിക്കുകയാണ് അത്. ഈ ന്യൂക്ലിയർ ടെസ്റ്റ് ഇടപാടുകൾ പശ്ചിമേഷ്യയെ രക്ഷിക്കുമോ അതോ മറ്റൊരു വൻ ദുരിതത്തിന് തിരികൊളുത്തുമോ എന്ന് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്തുമൈയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്തുമൈക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്തുമൈയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്തുമൈയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.